ഇൻറ്റീരിയർ ഡിസൈനേഴ്സിൻ്റെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് നല്ലൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഇല്ലായിരിക്കും. അപ്പോൾ ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ നിഷ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ പലരും റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്, കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ മാത്രം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയൽ മാത്രമായിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ കൊമേഴ്ഷ്യലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബേക്കറി, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ആ ഒരു ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ, മറ്റുള്ള ഷോപ്പുകളൊന്നും ചെയ്യാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ വീടിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ബജറ്റുള്ള വർക്കുകൾ മാത്രമേ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു നിഷ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏറ്റവും ബെനിഫിറ്റ് ആവും. കൂടാതെ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള സ്റ്റോറി ടെല്ലിങ്, നിങ്ങളൊരു കഥ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറുടെ കഥ തന്നെ പറയാന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. പലരും പല വലിയ വലിയ മെഷീൻസിലും പല വലിയ ഫാക്ടറിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വർക്കില്ല, വർക്ക് വരുന്നില്ല, കസ്റ്റമറെ കിട്ടുന്നില്ല എന്നുണ്ട്. നിങ്ങൾ കസ്റ്റമറിലേക്ക് ഇറങ്ങണം. നിങ്ങളിങ്ങനെ ഒരാളുണ്ട്, നിങ്ങളിങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്, നിങ്ങൾ എങ്ങനെ ആളുകളിലേക്ക് അവതരിപ്പിക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല. അതായത് ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഇല്ല. ഇതൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നിങ്ങളെ ബ്രാൻഡ് റീകോൾ എന്ന് പറയുന്നൊരു പ്രോസസ്സ്, നിങ്ങളെ ഓർത്തിരിക്കാനുള്ളൊരു കാര്യം, അത് നടക്കുകയും എന്തു ചെയ്യും, തീർച്ചയായിട്ടും കസ്റ്റമർ നിങ്ങളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.